സുജു, മെഡിക്കൽ കോളേജിനെ ആകെ ആക്ഷേപിക്കുന്ന സമീപനമാണ് വലതുപക്ഷ മാധ്യമങ്ങളും അതുപോലെ തന്നെ പ്രതിപക്ഷവും സ്വീകരിച്ചത്. അതിലൊരു വ്യക്തത വന്നിരിക്കുകയാണ്. സത്യാവസ്ഥ എന്താ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആശുപത്രിയിൽ കെട്ടിടം നവീകരിക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് BJP കോൺഗ്രസ് സഖ്യം എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ സുജുവിന്റെ റിപ്പോർട്ടിലൂടെ വ്യക്തമാവുന്നത്. ആര്യ, ഇത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ കെട്ടിട നവീകരണം BNC കെട്ടിട നവീകരണവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദവും അന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് കൊടുത്ത മറുപടിയുമാണ് നമ്മൾ ജൂൺ മാസം 1-ാം തീയതി സംപ്രേഷണം ചെയ്തത്. അന്ന് നടന്ന സംഭവങ്ങളുടെ അല്ലെങ്കിൽ അന്ന് നടന്ന സമരങ്ങളെ പറ്റിയാണ്. അതായത് ഈ വളരെ പിന്നിലൊന്നുമല്ല, കഴിഞ്ഞ മാസമാണ് പത്തനംതിട്ടയിലെ BNC കെട്ടിടം, അതായത് ആശുപത്രിയിലെ സർജറി നടക്കുന്ന സർജറി വാർഡുള്ള BNC കെട്ടിടത്തിൻ്റെ ശോചനീയാവസ്ഥയാണ്. കേവലം 20 വർഷം മാത്രം പഴക്കമുള്ള കെട്ടിടം ഏതാണ്ട് തകർന്ന് വീഴും. അത് നവീകരണ പ്രവർത്തനങ്ങൾ മെയിൻ്റെനൻസ് നടത്തിയില്ലെങ്കിൽ അത്തരത്തിൽ മെയിൻ്റെനൻസ് നടത്താൻ വേണ്ടി ആരോഗ്യവകുപ്പ് തീരുമാനിക്കുന്നു. അതിന് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയോട് നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. 3 മാസത്തിനുള്ളിൽ ഈ കെട്ടിടം നവീകരിക്കാനാണ് പദ്ധതിയിടുന്നത്. അതിനാദ്യം വേണ്ടത് ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സർജറി വിഭാഗവും മറ്റ് വാർഡുകളും അവിടുന്ന് മാറ്റണം. നിലവിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രി 2 കെട്ടിടങ്ങളുടെ നവീകരണ പ്രവർത്തനം നടക്കുകയാണ്. 2 കെട്ടിടങ്ങൾ പുതിയതായി നിർമ്മിക്കുകയാണ്. ഇത്തരമൊരു ഘട്ടത്തിൽ ഈ നവീകരണ പ്രവർത്തന സമയത്ത് ഈ പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ ഈ BNC കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സർജറി വിഭാഗം ഉൾപ്പെടെ കോന്നി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ തീരുമാനിക്കുന്നു. ഈ ഘട്ടത്തിലാണ് കോൺഗ്രസും BJPയും സമരം നടത്തുന്നത്. ഓർക്കുക, കോൺഗ്രസ് മാത്രമല്ല BJPയും സമരം നടത്തുന്നു. എന്ത് മുദ്രാവാക്യമാണ് വിളിക്കുന്ന ഘട്ടത്തിൽ? ആശുപത്രി കെട്ടിടം നവീകരണ കാലഘട്ടത്തിൽ കോന്നിയിലേക്ക് മാറ്റരുത്. അതായത് ഒരു ബലക്ഷയം ഉണ്ടാകുന്ന കെട്ടിടത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ഇടപെട്ടുകൊണ്ട് അതിൽ ബലക്ഷയം മാറ്റാൻ വേണ്ടി കൃത്യമായ പഠനം നടത്തിക്കൊണ്ട് അതിന് നവീകരണം നടത്താൻ വേണ്ടി തീരുമാനിക്കുമ്പോഴാണ് കോൺഗ്രസും BJPയും അവിടെ സമരം നടത്തുന്നത്. ഇന്ന് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസും BJPയും ഇപ്പോൾ സമരം നടത്തുന്ന എന്താണ്? അവർ നടത്തുന്ന പ്രധാനപ്പെട്ടതായി ചൂണ്ടിക്കാട്ടുന്ന വിഷയം എന്ന് പറയുന്നത് കെട്ടിടങ്ങളുടെ ബലക്ഷയം ചൂണ്ടിക്കാട്ടുകയാണ്. അതെ, കെട്ടിടങ്ങളുടെ ബലക്ഷയം ഉണ്ടെന്ന് കണ്ടെത്തുകയും അത് പരിഹരിക്കാനും പത്തനംതിട്ട ശ്രമം നടത്തിയപ്പോൾ അതിനെതിരെ നിന്നത് അതിനെ നിസ്സാര തൊടുനായം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നമ്മളിപ്പോൾ കാണിച്ച വാർത്തയിൽ തന്നെ അതിൻ്റെ ആദ്യ ഭാഗത്ത് ആ ശബ്ദം കേൾക്കാം. കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്ന ആശുപത്രി കൊണ്ടുപോകുന്നു കോന്നിയിലേക്ക് മാറ്റും. പത്തനംതിട്ട ജില്ലയിലെ തന്നെ ഏറ്റവും അടിസ്ഥാന സൗകര്യമുള്ള കോന്നി മെഡിക്കൽ കോളേജിലേക്ക്, അല്ലെങ്കിൽ ജില്ലയിലെ പുതിയ കെട്ടിടങ്ങളുള്ള കോന്നി മെഡിക്കൽ കോളേജിലേക്ക് സർജറി, നല്ല ഓപ്പറേഷൻ തിയേറ്റർ സജ്ജമായ കേന്ദ്രം, അവിടെ നല്ല വാർഡുകൾ, അത്തരമൊരു സ്ഥലത്തേക്ക് താൽക്കാലികമായി ഓർക്കുക കേവലം 3 മാസത്തേക്ക് വേണ്ടി മാറ്റാൻ തീരുമാനിക്കുമ്പോഴാണ് കോൺഗ്രസിൻ്റെയും BJPയുടെയും രാഷ്ട്രീയ സമര നാടകം. അതിനാണ് മന്ത്രി പറയുന്നത്. മന്ത്രിയെ പിന്നീട് ഈ കോൺഗ്രസിൻ്റെയും BJPയുടെയും ഈ രാഷ്ട്രീയ നാടകം ഇന്ന് വാർത്ത കൊടുക്കുന്ന കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും വാർത്ത കൊടുക്കുന്നു. എന്നാൽ മന്ത്രി ആശുപത്രി സന്ദർശിക്കുകയും അവിടെ എത്തി ഈ കെട്ടിടത്തിൻ്റെ ബലക്ഷയം മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടാൻ ശ്രമിക്കുകയുണ്ടായി. എന്നാൽ ആ ഘട്ടത്തിൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ 2 മാധ്യമങ്ങൾ, കൈരളിയും മറ്റൊരു സ്വകാര്യ ചാനലും മാതൃഭൂമി ചാനലും മാത്രമാണ് എത്തിയത്. അവിടെയും മറ്റു മാധ്യമങ്ങൾ ആ സമയത്ത് മൗനം പാലിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ വലിയ വാർത്തയാക്കുകയും വിമർശനം ഉന്നയിക്കുകയും ചെയ്യുന്നു. വിമർശനം ഉന്നയിക്കുന്ന മാധ്യമ പ്രവർത്തകരും മാധ്യമ ചാനലിലെ എഡിറ്റോറിയൽ ബോർഡും കാണേണ്ട പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. കാരണം ബലക്ഷയം ഉണ്ടായ ഒരു കെട്ടിടത്തിൽ നിന്ന്, വാർഡിൽ നിന്ന് ആളുകളെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ അവിടെ സുരക്ഷിത ഉറപ്പാക്കാൻ 3 മാസത്തേക്ക് മെയിൻ്റെനൻസ് നടത്താൻ തീരുമാനിക്കുമ്പോൾ അതിനെ കോൺഗ്രസും BJP എതിർത്തുകൊണ്ട് സമരം നടത്തുന്നു. അതിന് പറയുന്ന ന്യായം എന്താണ്? മെഡിക്കൽ ജനറൽ ആശുപത്രിയെ മാറ്റുന്നു. എങ്ങോട്ടാണ് മാറ്റുന്നത്? പത്തനംതിട്ടയിൽ നിന്ന് അധിക ദൂരമല്ലാത്ത കോന്നി മെഡിക്കൽ കോളേജിലേക്ക്. അവിടെ അടിസ്ഥാന സൗകര്യങ്ങളുണ്ടോ? എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ട്. ഇവർ പകരം ഒരു നിർദ്ദേശം പോലും മുന്നോട്ട് വെക്കാതെയാണ്. അന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി ചോദിക്കുന്നുണ്ട്, ഈ ബലക്ഷയം വന്ന കെട്ടിടത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആര് ഉത്തരവാദിത്വം പറയും? അതുകൊണ്ട് തൻ്റെ ഉത്തരവാദിത്വത്തിൽ ഈ കെട്ടിടം പുതുക്കി പണിയുവാൻ അല്ലെങ്കിൽ നവീകരണം മെയിൻ്റെനൻസ് നടത്താൻ മന്ത്രി തയ്യാറാകുമ്പോഴായിരുന്നു കോൺഗ്രസിൻ്റെയും BJPയുടെയും സമരം. ഈ സമരത്തെ വാർത്തയാക്കുകയും അതുമായി ബന്ധപ്പെട്ട തുടർ ചോദ്യങ്ങൾ ചോദിക്കുകയും മന്ത്രിയോട് ചോദിച്ച മാധ്യമങ്ങൾ മന്ത്രി എന്നാൽ ഈ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ശ്രമം നടത്തുമ്പോൾ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും അത് ബഹിഷ്കരിക്കുന്ന ഒരു രീതിയായിരുന്നു. അന്നവിടെ വരാൻ പോലും തയ്യാറായില്ല. ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് ഇത്തരം നവീകരണം മാത്രമാണോ ആരോഗ്യവകുപ്പ് നടത്തുന്നത്? പത്തനംതിട്ട ജില്ല, ഞാൻ പത്തനംതിട്ട ജില്ലയിലെ റിപ്പോർട്ടർ ആയതുകൊണ്ട് തന്നെ പത്തനംതിട്ട ജില്ലയിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രി തന്നെ പുതിയ 2 കെട്ടിടങ്ങൾ, ഒന്ന് കിഫ്ബി പദ്ധതിയും മറ്റൊന്ന് കേന്ദ്ര സംസ്ഥാന പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്നു. കോഴഞ്ചേരി ജില്ലാ ആശുപത്രി, പത്തനംതിട്ട ജില്ലാ ആശുപത്രി കോഴഞ്ചേരിയാണ്. ജില്ലാ ആശുപത്രിയിലിരിക്കുന്ന വലിയ ബഹുനില കെട്ടിടത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. പത്തനംതിട്ട തിരുവല്ല താലൂക്ക് ആശുപത്രി, മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രി, അടൂർ ജനറൽ ആശുപത്രി തുടങ്ങിയ ആശുപത്രികളിൽ ചെന്നാലും ഈ താലൂക്ക് ജനറൽ ആശുപത്രി മാത്രമല്ല പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചെന്നാലൊക്കെ തന്നെ ദൃശ്യങ്ങൾ കാണാം, പുതിയ കെട്ടിടങ്ങൾ കാണാം, പുതിയ കെട്ടിടങ്ങളുടെ പണി ആരംഭിച്ചതാണ്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മാസമാണ് ചിറ്റാറിൽ അമ്മയും
കുട്ടിയുടെയും ജില്ലാ ആശുപത്രി ചിറ്റാറ് പോലെ മലയോര മേഖല അവിടെ ഒരു അമ്മയും കുട്ടിയുടെയും ജില്ലാ ആശുപത്രി നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനം ആരംഭിക്കുന്നു. ഉദ്ഘാടനം കഴിഞ്ഞ് 1 മാസം പിന്നിടുന്നതിന് മുമ്പ് അതിവേഗം നിർമ്മാണ പ്രവർത്തനം പുരോഗമിക്കുന്ന കാഴ്ചയാണ് ചിറ്റാറിൽ കാണുന്നത്.